നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ സംഭവം. ലക്ഷ്യമിട്ടത് കവർച്ചയെന്ന് പ്രതിയുടെ മൊഴി. തെളിവെടുപ്പിനിടെ സംഘർഷം. കാസർഗോഡ് ജില്ലയുടെ 40ാം വാർഷികാഘോഷം. ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. വിപണിയിൽ അടയ്ക്ക വില കുതിക്കുന്നു. കർഷകർക്ക് ആശ്വാസം. എൻഡോസൾഫാൻ ദുരിതബാധിതയായ ലക്ഷ്മിക്ക് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി 1 ലക്ഷം രൂപ കൈമാറി. വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ഒഴുകിയെത്തുന്നത് നിരവധി പേർ. രക്ഷാപ്രവർത്തനത്തിനിടെ പുഴയിൽ മുങ്ങി മരിച്ച ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് ട്രഷറർ അജിത് കുമ്പളയുടെ 5ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ സംഭവത്തിൽ പ്രതി ലക്ഷ്യമിട്ടത് കവർച്ചയെന്ന് മൊഴി. കുടക് സ്വദേശിയായ പ്രതി സലീമിനെ ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ പ്രതി കുടക് സ്വദേശി സലീമിനെ ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച രാത്രി 8:50 പ്രതിയുമായി അന്വേഷണ സംഘം ഹൊസ്ദുർഗ് സ്റ്റേഷനിൽ എത്തി. രാവിലെ സലീമിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. അതിന്റെ ആവശ്യമില്ല. ഓനെ മുഖം കാട്ടിക്കട്ടെ. ഇത്രയും ചെറിയ കുഞ്ഞിന് ഇങ്ങനെ ആക്കുമ്പോൾ എന്തിനു മുഖം കൊടുക്കേണ്ട ആവശ്യം? മുഖം മറക്കേണ്ട ആവശ്യം നാട്ടുകാർക്ക് കാണണം. നാളെ ഇപ്പൊ ചെയ്യില്ലെന്ന് ഉറപ്പില്ലേ? എത്ര കേസിൽ പ്രതി നിങ്ങൾക്കറിയില്ലേ? നമുക്കറിയാനാ. പ്രതിക്ക് നേരെ മർദ്ദനവും ഉണ്ടായി. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. പോലീസ് ചോദ്യം ചെയ്യലിൽ താൻ കവർച്ചയാണ് ലക്ഷ്യമിട്ടതെന്നാണ് സലീം മൊഴി നൽകിയിരുന്നത്. ഈ മാസം 15 പുലർച്ചെ 2:30 സലീം പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. മുത്തച്ഛൻ പാൽ കറക്കുവാൻ പുറത്തിറങ്ങിയ സമയം നോക്കി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ ഊരിയെടുക്കുകയും ശേഷം ഉപേക്ഷിച്ച് കടന്നുകളയുകയും ചെയ്യുകയായിരുന്നു. CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായത്. സംഭവത്തിന് ശേഷം കർണാടകയിലേക്ക് കടന്ന പ്രതി പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ആന്ധ്രയിലേക്ക് കടന്നത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഇതായിരുന്നു അന്വേഷണത്തിൽ വഴിത്തിരിവായത്. പോലീസ് സംഘം ആന്ധ്രാപ്രദേശിലെത്തുകയും രഹസ്യ നീക്കത്തിൽ സലീമിനെ പിടികൂടുകയുമായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം നമ്മളൊരു പ്രത്യേക ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു. അതിൽ ടീം മെമ്പേഴ്സിന് വിവിധ റോൾസ് കൊടുത്തു. അത് പല രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തി. അവിടെയൊക്കെ നമ്മൾ പോലീസിനെ അന്വേഷിപ്പിച്ചു. ഇടയ്ക്ക് വെച്ച് 1-2 നമ്മൾ സംശയിക്കുന്ന ആളുകൾക്ക് 2-3 കോൾസ് കിട്ടി. അത് പക്ഷേ പ്രതിയുടെ ആണോ എന്നുള്ള അറിയത്തില്ലായിരുന്നു. എന്നാൽ പോലും അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോലീസ് പാർട്ടിയെ വിട്ടു. അങ്ങനെ 2-3 ദിവസങ്ങളായിട്ട് മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് ആന്ധ്രാപ്രദേശിലുള്ള അഡോണി എന്ന സ്ഥലത്ത് നിന്നാണ് പ്രതിയെ നമുക്ക് കിട്ടുന്നത്.
കുടക് സ്വദേശിയായ സലീം 14 വർഷം മുൻപാണ് പടന്നക്കാടെത്തിയത്. ഇവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ചാണ് സ്ഥിരതാമസമാക്കിയത്. വിചിത്ര സ്വഭാവക്കാരനായ ഇയാൾക്കെതിരെ മേൽപ്പറമ്പ് പോലീസിൽ ബന്ധുവായ 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിന് കേസുണ്ട്. മടിക്കേരി, സുള്ള്യ എന്നിവിടങ്ങളിൽ മാല കവർച്ച കേസുകളിലും പ്രതിയാണ്. പ്രതിക്ക് ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണ്. നേരത്തെ 2-3 കേസുകളിൽ പ്രതിയാണ്. സമാനമായൊരു കേസ് 2022-ലുണ്ടായിരുന്നു. അപ്പോൾ പ്രതി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും മോഷണമോ അതുപോലെ ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇതിൻ്റെ ഈ സംഭവ ദിവസം നടന്നു വരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ടു. അങ്ങനെ ആ വീട്ടിൽ എന്തെങ്കിലും മോഷണമോ മറ്റോ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി വീട്ടിൽ കയറിയത്. വീട്ടിൽ കയറിയപ്പോൾ കുട്ടി കിടക്കുന്നത് കണ്ടു. അങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. ശാരീരിക അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന് 500 മീറ്റർ മാത്രം അകലെയാണ് ഇയാളുടെ വീട്. ഇതിനിടയിൽ പ്രതിക്കെതിരെ 2 കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. 13-ാം തീയതി പുലർച്ചെ 2 വീടുകളിൽ കവർച്ച നടത്തിയതിനാണ് കേസ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയുടെ 40-ാം വാർഷികാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ 40 വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വകുപ്പുകളുടെയും വിവിധ ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് കൃത്യമായി ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണെന്നും അതിനായി എല്ലാ ജീവനക്കാരും പ്രയത്നിക്കണമെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. കാസർഗോഡ് ജില്ല രൂപീകരിച്ച് 4 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കാസർഗോഡ് ജില്ലക്കാരായ സർക്കാർ ജീവനക്കാർ കുറവാണ്. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഇനിയും പരിഹാരം കാണേണ്ടതുണ്ട്. സർക്കാർ സേവനം എല്ലാവരിലും എത്തുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് എല്ലാ വകുപ്പുകളും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഒരു ജില്ലയെ ഒരു ക്ലീൻ ജില്ല എന്ന ഒന്നിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഇന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് സർവീസ് ഡെലിവറി. സർക്കാരിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രവർത്തകർ സാധാരണ ആളുകൾക്ക് പോയി ചേർക്കണം. അതാണ് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ ജില്ലാ കളക്ടർ ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷമായ കാഞ്ഞിരത്തിന്റെ തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് കൺസർവേറ്റർ എ ഷജന, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എ പി ദിൽന എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ 40 വൃക്ഷത്തൈകൾ നട്ട് ജില്ലയുടെ 40-ാം വാർഷികം ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിപണിയിൽ അടയ്ക്ക വില കുതിക്കുന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നു. ഗുണനിലവാരം കൂടിയ അടയ്ക്ക കൂടുതലായി മാർക്കറ്റിലേക്ക് എത്തുന്നതാണ് വില വർധനയ്ക്ക് അനുകൂലമായത്. അപ്രതീക്ഷിതമായെത്തിയ വേനൽ ചൂടിൽ വിളവ് നശിച്ച കർഷകർക്ക് ആശ്വാസമായി വിപണിയിൽ അടയ്ക്ക വില കുതിക്കുന്നു. ജൂൺ 2-ാം വാരത്തോടെ വില കിലോയ്ക്ക് 400 കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 2 ആഴ്ച തുടർച്ചയായി കയറി വന്ന അടയ്ക്ക വില സീസണിലെ ഉയർന്ന നിലയായ 380 വരെ എത്തിയിരുന്നു. 300-നും 375-നും ഇടയിലാണ് കഴിഞ്ഞ ദിവസത്തെ വ്യാപാരം. വെയിൽ ചൂടേറ്റ് ഉണങ്ങിയ ഗുണനിലവാരം കൂടിയ അടയ്ക്ക കൂടുതലായി മാർക്കറ്റിലേക്ക് എത്തിയതാണ് വില വർധനയ്ക്ക് അനുകൂലമായത്. ഈ കാലയളവിൽ പൂത്ത കമുകുകളിലെ പൂങ്കുലയും അടയ്ക്കയും ഏതാണ്ട് പൂർണ്ണമായും കനത്ത ചൂടിൽ നശിച്ചതോടെ മാസങ്ങൾക്ക് ശേഷം വിപണിയിൽ ലഭ്യതക്കുറവുണ്ടായേക്കാമെന്ന പ്രചാരണവുമുണ്ട്. സീസണിന്റെ തുടക്കത്തിൽ 320 രൂപയായിരുന്നു അടയ്ക്കയുടെ വില. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകളായി വിലയിൽ വൻ കുതിപ്പായിരുന്നു. 2 ദിവസം കൂടുമ്പോൾ 10 രൂപ നിരക്കിലായിരുന്നു വർധന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ ലക്ഷ്മിക്ക് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി 1 ലക്ഷം രൂപ കൈമാറി. ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയിൽ നിന്നും 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെത്തിയ ലക്ഷ്മിക്ക് 5000 രൂപ തന്ന് മടക്കി അയച്ചതായി പരാതി ഉയർന്നിരുന്നു. ഇത് വാർത്തയായതിനു പിന്നാലെയാണ് സൊസൈറ്റി 1 ലക്ഷം രൂപ കൈമാറിയത്. കാറടുക്ക മുണ്ടോൾ സ്വദേശി എൻഡോസൾഫാൻ ദുരിതബാധിതയായ ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപ കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയിലാണ് നിക്ഷേപിച്ചിരുന്നത്. അർബുദബാധിതയായ സഹോദരി നാരായണിയുടെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ സൊസൈറ്റിയിൽ ആവശ്യപ്പെട്ടെങ്കിലും 5000 രൂപ തന്ന് മടക്കി അയച്ചതായി പരാതി ഉയർന്നിരുന്നു. ഇത് വാർത്തയായതിനു പിന്നാലെയാണ് സൊസൈറ്റി 1 ലക്ഷം രൂപ കൈമാറിയത്.
വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് തുക ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചത്. ബാങ്ക് അധികൃതർ വീട്ടിലെത്തി തുക കൈമാറുകയും ചെയ്തു. 3 വയോധികർ താമസിക്കുന്ന വീട്ടിൽ പെൻഷൻ മാത്രമാണ് ഏക ആശ്രയം. കോടികളുടെ തട്ടിപ്പാണ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയിൽ സെക്രട്ടറിയായിരുന്ന രതീശൻ നടത്തിയത്. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. യജ്ഞാചാര്യൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ പൂർണ്ണകുംഭത്തോടെ ക്ഷേത്ര കവാടത്തിൽ നിന്നും സപ്താഹ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ചു. 20ാമത് ഭാഗവത സപ്താഹത്തിനാണ് തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം സപ്താഹ മണ്ഡപത്തിൽ തിരിതെളിഞ്ഞത്. യജ്ഞാചാര്യൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ പൂർണ്ണകുംഭത്തോടെ ക്ഷേത്ര കവാടത്തിൽ നിന്നും സപ്താഹ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ചു. സ്വീകരണത്തിന് കമ്മിറ്റി പ്രസിഡന്റ് VP ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി നരേഷ് കുന്നിയൂർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ TS രമേശൻ, ബോർഡ് അംഗം KP സുരേഷ് കുമാർ, VM ചന്ദ്രൻ, V രാമനാഥൻ മാസ്റ്റർ, PV മാധവൻ, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് K ശാന്ത, സെക്രട്ടറി P സുഭാഷിണി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സപ്താഹ മണ്ഡപത്തിൽ ഭാഗവത മഹാത്മ്യത്തോടുകൂടി സപ്താഹം ആരംഭിച്ചു. മെയ് 30-ന് സമാപിക്കും. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രക്ഷാപ്രവർത്തനത്തിനിടെ പുഴയിൽ മുങ്ങിമരിച്ച DYFI കുമ്പള ബ്ലോക്ക് ട്രഷറർ അജിത് കുമ്പളയുടെ 5ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. കോയിപ്പാടി ബത്തേരിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനിടെ പുഴയിൽ മുങ്ങിമരിച്ച DYFI കുമ്പള ബ്ലോക്ക് ട്രഷറർ അജിത് കുമ്പളയുടെ 5ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. കോയിപ്പാടി ബത്തേരിയിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് P അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം P രഘുദേവൻ മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി രത്നാകര G, മേഖലാ സെക്രട്ടറി ഹബ്ബാസ് ജാഫർ, അഡ്വക്കേറ്റ് രഞ്ജിത P എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി നസറുദ്ദീൻ മലങ്കര സ്വാഗതം പറഞ്ഞു. അജിത്തിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അജിത്തിനൊപ്പം മരണപ്പെട്ട ബാലസംഘം പ്രവർത്തകൻ മനീഷിന്റെ വീട് നേതാക്കൾ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാളിയങ്ങാട് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ധനസമാഹരണത്തിനായുള്ള ഭാഗ്യനിധി ലക്കി കൂപ്പണിന്റെ പ്രകാശനം നടന്നു. ക്ഷേത്ര പരിസരത്ത് വച്ചായിരുന്നു പ്രകാശനം. കാളിയങ്ങാട് ശ്രീ മൂകാംബിക ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ അനന്ത കാമത്ത് കാസർഗോഡിലെ പ്രശസ്ത വ്യവസായി KS മല്ലിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. പുനരുദ്ധാരണ സമിതി പ്രസിഡന്റ് KN വെങ്കിട്ടരമണ അധ്യക്ഷത വഹിച്ചു. സന്ദീപ് ഭട്ട്, കൃഷ്ണപ്രസാദ് കോട്ടക്കണി, അച്യുത കാളിയങ്ങാട്, മോഹൻരാജ് കാളിയങ്ങാട്, നാരായണ കാളിയങ്ങാട് എന്നിവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി ഹരീഷ് KR സ്വാഗതവും രഘു മീപ്പുഗിരി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് വഴിയില്ലാത്തതിനെ തുടർന്ന് വീടുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത കുടുംബങ്ങളെ മഞ്ചേശ്വരം MLA സന്ദർശിച്ചു. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരുന്നതെന്ന് AKM അഷ്റഫ് MLA പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം മഞ്ചേശ്വരത്തെ നിരവധി കുടുംബങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ വഴിയില്ലാത്തതായി പരാതി ഉയർന്നിരുന്നു. KCN വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെ മഞ്ചേശ്വരം MLA സ്ഥലം സന്ദർശനം നടത്തി. ഇവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരുന്നതെന്ന് പരാതിക്കാരുമായി സംവദിച്ച ശേഷം MLA KCN ന്യൂസിനോട് പറഞ്ഞു. തീർച്ചയായും ഭീകരമാണ് ഇത്. ഞാൻ ബന്ധപ്പെട്ട ആളുകളെ കോൺടാക്ട് ചെയ്തു. അവരെ തിങ്കളാഴ്ച വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പരമ്പരാഗതമായി അവർ കിടന്നുറങ്ങുന്ന അവരുടെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് ഒരു വഴി പോലും പുതിയ നവീകരണത്തിൻ്റെയും വികസനത്തിൻ്റെയും ഭാഗമായി സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നെന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ആ മീറ്റിങ്ങിന് ശേഷം തീർച്ചയായും കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോഡ് ഓഫ് കോണ്ടക്റ്റ് കഴിഞ്ഞ ഉടനെ കളക്ടറുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് വിളിച്ച് എൻ്റെ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ 100% MLA എന്ന നിലയ്ക്ക് പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമല്ല, അത് പരിഹരിച്ചിരിക്കും. ഈ 10 മൈൽസിൻ്റെ കാര്യം കൂടി അതീവ ഗൗരവത്തിലെടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വീട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലുണ്ട്. എല്ലാം മാക്സിമം ഘട്ടം ഘട്ടമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. പണി അവസാന ഘട്ടത്തിലെത്തിയിട്ടും ചില കുടുംബങ്ങൾ കടുത്ത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും കരാറുകാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
മരണപ്പെട്ട കുടുംബശ്രീ യൂണിറ്റ് അംഗത്തിന്റെ നിക്ഷേപ തുകയായ 1,00,000 ലക്ഷത്തിൽ പരം രൂപ അവകാശികളില്ലാത്തതിനാൽ കുടുംബശ്രീ ADS നേതൃത്വത്തിൽ അഗതി മന്ദിരത്തിന് നൽകി. ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തലോട്ട് 3-ാം വാർഡ് ADSന് കീഴിലുള്ള ഹരിത കുടുംബശ്രീ യൂണിറ്റ് അംഗം C. പത്മാവതിയുടെ മരണത്തെ തുടർന്ന് അവരുടെ നിക്ഷേപ തുക അവകാശി ഭർത്താവ് പാലായി ചിരുകണ്ഠനായിരുന്നു. ഭർത്താവ് ജീവിച്ചിരിപ്പില്ല എന്ന് മാത്രമല്ല ഇവർക്ക് മക്കളുമില്ല. ഇതോടെയാണ് ബന്ധുക്കളെ കണ്ട് അനുവാദം വാങ്ങി തൃക്കരിപ്പൂർ ആയിറ്റിയിലെ വൃദ്ധമന്ദിരത്തിൽ ആ തുക ഏൽപ്പിച്ചത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം P. അജിത, ADS സെക്രട്ടറി TK ബിന്ദു, ഹരിത കുടുംബശ്രീ പ്രസിഡന്റ് KP പുഷ്പ, സെക്രട്ടറി VV ധന്യ എന്നിവർ എത്തിയാണ് ചിരുകണ്ഠന്റെയും പത്മാവതിയുടെയും പേരിൽ 26,000 രൂപ കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പിലിക്കോട് കാലിക്കടവ് ദേശീയപാതയോരത്തെ കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. പണവും സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള നേർച്ച സാധനങ്ങളും കൊണ്ടുപോയി. മോഷ്ടാവ് ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങുകയും ചെയ്തു. കാലിക്കടവ് കരക്കക്കാവ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിൽ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് മൂലഭണ്ഡാരത്തിലെ സ്വർണം, വെള്ളി, നേർച്ച സാധനങ്ങളും പണവും കവർന്നു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് വടക്കേ നടയിലും ക്ഷേത്രമുറ്റത്തെയും ഭണ്ഡാരങ്ങളിലെ പണവും നഷ്ടപ്പെട്ടു. പുറത്ത് നടയിലുള്ള ഭണ്ഡാരത്തിന്റെ പുറംപൂട്ട് തകർത്തെങ്കിലും അകത്തെ പൂട്ട് തുറക്കാനായില്ല. 25,000 രൂപയോളം നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. അതേസമയം ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവ് കുടുങ്ങിയിട്ടുണ്ട്. ചന്ദേര SI N. വിപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. ക്ഷേത്രത്തിലെ ഭാസ്കരം പ്രവർത്തിക്കാർ, കുഞ്ഞമ്പു പ്രവർത്തിക്കാർ, ക്ഷേത്രം സെക്രട്ടറി CK രഘുനാഥ് എന്നിവരുടെ പരാതിയിൽ പോലീസ് അന്വേഷിച്ചു വരുന്നു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. സ്റ്റേഷനിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയതാണ് അദ്ദേഹം. വികസന പ്രവർത്തികൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വികസനം ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു. സ്റ്റേഷനിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുമെന്നും സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. സ്റ്റേഷനിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ ജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം അദ്ദേഹത്തെ അനുഗമിച്ചു. E. ചന്ദ്രശേഖരൻ MLA, കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളായ K. മുഹമ്മദ് കുഞ്ഞി, KP മോഹനൻ, അബ്ദുൾ നാസർ, സത്താർ ആവിക്കര, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരായ A. ഹമീദ് ഹാജി, നഗരസഭാ കൗൺസിലർ M. ബൽരാജ്, സന്തോഷ് കുശാൽ നഗർ, പത്മനാഭൻ മാസ്റ്റർ, വിഷ്ണു തുടങ്ങിയവർ ചേർന്ന് DRMനെയും സംഘത്തെയും സ്വീകരിക്കുകയും സ്റ്റേഷനിൽ ഉടനടി നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള മഹിളാ സംഘം ജില്ലാ പഠന ക്ലാസ് രാവണീശ്വരത്ത് നടന്നു. സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിലും നിയമസഭയിലും 33% സ്ത്രീകളുടെ പ്രാതിനിധ്യം വരാൻ പോവുകയാണെന്നും അതിന്റെ ഭാഗമായി കരുത്തുറ്റ വനിതാ പ്രവർത്തകരെ വളർത്തിയെടുക്കുകയാണ് മഹിളാ സംഘത്തിന്റെ ഉത്തരവാദിത്തമെന്നും കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ ES ബിജിമോൾ പറഞ്ഞു. രാവണേശ്വരത്ത് സംഘടിപ്പിച്ച ജില്ലാ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. എന്താണ് സംഘടനാ പ്രവർത്തനം, എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകേണ്ടത്, കേരള മഹിളാ സംഘത്തിന്റെ സംഘടനാ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് മെമ്പർഷിപ്പ് ചേർക്കേണ്ടത്, എങ്ങനെയാണ്, എന്തിനാണ് നമ്മൾ ഒരാളോട് പോയി ചെന്ന് ഒരു 10 രൂപ വാങ്ങുന്നത്, എന്തിനാണ്? കേരള മഹിളാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, എന്റെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 10 രൂപ സംഭാവനയായി നൽകണമെന്ന് പറഞ്ഞ് നമ്മളൊരു രസീത് കൊടുത്ത് 10 രൂപ വാങ്ങുന്നത് എന്തിനാണ്? ആ പണം ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്ത് സംഘടനാ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, ക്ലാസിന്റെ ഭാഗമായി നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. 7 സബ്ജക്റ്റാണ് നമ്മൾ പ്രധാനമായും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ സംഘടനയാണ്, നമ്മുടെ കേരള മഹിളാ സംഘത്തിന്റെ ചരിത്രമാണ്. മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രേണുക ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ, KV കൃഷ്ണൻ, മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് P വസന്തം, ജില്ലാ സെക്രട്ടറി P ഭാർഗവി, ഗംഗാധരൻ പള്ളിക്കാപ്പൽ, മേരി ജോർജ്, E പുഷ്പകുമാരി, രജിത വിജയരാജ്, V സുനിത, ബിന്ദു പുല്ലൂർ, മായ കരുണാകരൻ, പുഷ്പ പനക്കുളം, C ജാനു, V പ്രമീള, PV തങ്കമണി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ A തമ്പാൻ സ്വാഗതവും കേരള മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി P മിനി നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ യാത്രയയപ്പ് സമ്മേളനം കാഞ്ഞങ്ങാട് ചെമ്മട്ടമയൽ KGMOA ഹൗസിൽ നടന്നു. യാത്രയയപ്പ് മുൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് EJ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് മാർട്ടിൻ പെരേര, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് പവിത്രൻ K, മുൻ ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മനോജ് KK സ്വാഗതവും ജില്ലാ സെക്രട്ടറി രൂപേഷ് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTC കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് TK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച P ജയചന്ദ്രൻ, A അബ്ദുൾ റസാഖ്, രവി T, കൊടക്കൽ സുരേഷ്, K കുഞ്ഞിരാമൻ, MV വിൻസെന്റ്, K കൃഷ്ണൻ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. യോഗത്തിൽ ഉമേശൻ വേളൂർ, മഹേഷ് കരിമ്പിൽ, K ബാലകൃഷ്ണൻ, ഷാഹുൽ ഹമീദ്, PP ചന്ദ്രശേഖരൻ, KV ഗോപകുമാർ, P ജയചന്ദ്രൻ, സുധീർ KP, M മോഹനൻ, മുഹമ്മദ് ഷെരീഫ്, അജിത് കുമാർ, പവിത്രൻ KM, K അരുൺ, ജലീൽ കാർത്തിക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ സംഭവം. ലക്ഷ്യമിട്ടത് കവർച്ചയെന്ന് പ്രതിയുടെ മൊഴി. തെളിവെടുപ്പിനിടെ സംഘർഷം. കാസർഗോഡ് ജില്ലയുടെ 40ാം വാർഷികാഘോഷം. ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. വിപണിയിൽ അടയ്ക്ക വില കുതിക്കുന്നു. കർഷകർക്ക് ആശ്വാസം. എൻഡോസൾഫാൻ ദുരിതബാധിതയായ ലക്ഷ്മിക്ക് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി 1 ലക്ഷം രൂപ കൈമാറി. വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ഒഴുകിയെത്തുന്നത് നിരവധി പേർ. രക്ഷാപ്രവർത്തനത്തിനിടെ പുഴയിൽ മുങ്ങി മരിച്ച DYFI കുമ്പള ബ്ലോക്ക് ട്രഷറർ അജിത് കുമ്പളയുടെ 5ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.